വേടനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു റേപ്പ് അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു. ആ പെൺകുട്ടി കോടതിയിൽ പരാതി കൊടുക്കാത്തത് കൊണ്ട് നമ്മളാരും അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷേ ഇദ്ദേഹം അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 കഞ്ചാവ് കേസുമായിട്ട് പിടിക്കപ്പെട്ടു. രണ്ടാമത് വീണ്ടും കഞ്ചാവ് കേസുമായി പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു പരിധി മൊത്തം എടുത്ത് നോക്കൂ. ആരെങ്കിലും കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് 2016 ചെറിയ രീതിയിൽ തുടങ്ങി താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നു. പതിയെ തൻ്റെ കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു ഓറയുള്ളൊരു പാട്ടുകാരനാണ്. ഭയങ്കരമായ രീതിയിൽ ഓഡിയൻസിനെ ആകർഷിക്കാൻ ശേഷിയുള്ള വാക്കുകളിലും വരികളിലും അഗ്നി പടർത്താൻ ശേഷിയുള്ളൊരു പാട്ടുകാരൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അയാളിലേക്ക് ഒരുപാട് പേർ ആകർഷകരായത്. അയാളുടെ വളർച്ചയ്ക്ക് അയാളുടെ ജാതി തടസ്സമായിരുന്നു. എനിക്കിപ്പോഴും വേടൻ്റെ ജാതി എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. ജാതി വേണ്ടി ചെയ്യുന്നു അല്ലല്ല, അത് വേണം പറഞ്ഞ വേടനിലൂടെ മറ്റുള്ളവർ ആരോപിക്കുന്ന ആരോപണങ്ങളാണ്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ആ വളർച്ചയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതായത് അകമ്പടിയോടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അജണ്ടയോ ഉണ്ടായിരുന്നു? ആ വളർച്ചയ്ക്ക് ഇല്ല, ഒരിക്കലും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അഖിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നൊരു കാര്യമുണ്ട്. അത്തരത്തിൽ ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഒരാളുടെ 5 ലക്ഷത്തിൽ നിന്നുള്ള പ്രതിഫലം 25 ലക്ഷത്തിലേക്ക് ഉയർത്തി കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്? അത് ആരെങ്കിലും ഉയർത്തി കൊടുക്കുന്നത് ആരാ? ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അല്ല, അത് രാഷ്ട്രീയ പാർട്ടി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും അടുത്ത വരികളിലാണ് ഇത് കുറിക്കുന്നത്. അല്ല, ഞാൻ അത് എപ്പോഴാണ്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് 2024 നമ്മൾ വേടനെ കുറിച്ചൊന്നും പറയാഞ്ഞത്?